മൂന്നാമത്തെ പ്രാവശ്യം തിളച്ച് പോകുമ്പോ കേട്ടോ 3 പ്രാവശ്യം പാലൊക്കെ തിളച്ചു വരാ. അത് പറഞ്ഞ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വരാം. എനിക്ക് കുറച്ച് മതിയായിരിക്കും. സന്തോഷമായത് കണ്ടപ്പോ മൂന്നാമത്തെ പ്രാവശ്യം തിളച്ച് പോകുമ്പോ കേട്ടോ 3 പ്രാവശ്യം പാലൊക്കെ തിളച്ചു പോയി. നമ്മുടെ പാല് കാച്ചൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ തൊട്ട് ഈ കിച്ചണിലെ കസർത്തായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. മേയലുണ്ട്, ഇഷ്ടം പോലെ ഇടയുണ്ട്. അതാണ് നമ്മുടെ ഇടുക്കി വീട്ടിൽ ഒരു കിച്ചണ് നല്ല ഇടയല്ലേ. അതിനകത്തൊരു എന്ത് വേണം ചെയ്യാം. ഒരെണ്ണം കുഞ്ഞിത് അത് ഞാൻ ചേച്ചിയുടെ പറഞ്ഞിട്ട് നമുക്ക് മാറി മാറി ഓടിച്ചു പോവാന്ന്. കാറ് ഓടിക്കാനായിട്ട് ആൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാ നമ്മുടെ വണ്ടി ഓടിക്കാൻ സുഖല്ലേ. പോലെ തന്നെ ഛർദിയല്ലേ. വണ്ടി ഓടിക്കുമ്പോ ഛർദിക്കാൻ വരില്ല, സീനില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കല്ലേ, ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് ഛർദിക്കാലോ. അച്ഛൻ്റെ വെയിറ്റിംഗ് കേട്ടോ പാല് കുടിക്കാൻ. ക്ഷമയ്ക്കും ഒരു പരിധി ഉണ്ടെന്നുള്ള രീതിയിൽ അച്ഛൻ. ആ ശരി. അപ്പൊ നമ്മുടെ അതെ കാച്ചിയ പാല്, പുതിയ കിച്ചണില് കാച്ചിയ പാല് ഗ്രഹനാഥയ്ക്കും ഗ്രഹനാഥനും ഫസ്റ്റ് കൊടുക്കല്ലേ. മധുരം ഇട്ടായിരുന്നു അമ്മ അതിനകത്ത്? അച്ഛനും അമ്മ എടുത്തോ? കൊച്ചുങ്ങൾക്കാണ് ഫസ്റ്റ്. അത് തണുപ്പിച്ചിട്ട് വേണ്ടേ, നിങ്ങൾ ഫസ്റ്റ് കുടിക്ക്. അപ്പൊ ഗായ്സ് നമ്മുടെ ചേച്ചിക്കുട്ടി പാലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ്. അച്ഛൻ സന്തോഷം. നമ്മുടെ കിച്ചണിലെ പാല് കുടിക്കാൻ സന്തോഷം. അവര് പായസം കേട്ടോ. നമ്മളിത് ഇവിടെ പായസം വെച്ചിട്ടുണ്ട്. പാലടയുടെ പായസം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ താങ്ക് യു അമ്മേ. അമ്മ ബാ എന്നാ പാല് കുടിക്ക്. അമ്മയ്ക്ക് അതിനിടയ്ക്ക് ഫോൺ വന്നു കഴിച്ചു. അമ്മ അതിന്റെ പിന്നാലെ വിട്ടുപോയി. അതെ ഞാൻ പാല് കുടിക്കാൻ വേണ്ടിട്ട് പോവാ കേട്ടോ. അപ്പൊ ഗായ്സ് വേണ്ട നമ്മുടെ പായസം ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വെന്ത് വരുന്നതേ ഉള്ളേ. പായസം കുടിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഈ 3 എണ്ണം കണ്ണ് നട്ട് കാത്തിരിക്കുന്നത്. പാല് വേണ്ടത്ര, പായസം മതി. ഇതിവിടെ ഈറ്റങ്ങളും പഠിച്ചത് ഇത് മറ്റേ ഒരു ട്രോള് പാട്ട് ഇറങ്ങിയേക്കുന്നത്. നൃത്തം ചെയ്യും ബാബുസാബി ബാബുസാബി, അതല്ലേ? ഇത്രയേ ഉള്ളൂ ബാബുസാബി. ആ അത് ഒരു ദേവി എന്ന് പറയുന്ന ഒരാള് പറഞ്ഞൊരു ഡയലോഗാണ്. അതെടുത്ത ആൾക്കാരെ ട്രോൾ ചെയ്യിക്കുന്നത്. ട്രോളാൻ പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. അതെ, അല്ല ട്രോളി ഒരു ഫെയിമിലും അല്ലാതെ ആൾക്കാരെ അവർ ഫെയിമാക്കി വിടും. അതാണ് ട്രോളന്മാരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അതെ ഞാൻ കുടിച്ചോണ്ടിരിക്കുക. അതെ ഇവിടെ ഉണ്ട്. പായസത്തിന്റെ ആണ് കേട്ടോ. അമ്മ പാലിനകത്ത് ബാലൻസ് വന്ന പാലിനകത്ത് നമ്മള് പായസം ഉണ്ടാക്കാണ്. അപ്പൊ അത് അവിടെ ഇരുന്ന് ആവട്ടെ കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എന്തില്ലേ വേഗം ഇത് കഴിഞ്ഞ ഇതില് സാമ്പാറോ മതി. ഇങ്ങനെ ഗ്രഹനാഥ പാല് കാച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ. ഐറ്റങ്ങളൊക്കെ പായസം കുടിക്കാൻ വേണ്ടി കാലിയാക്കി ഇരിക്കും. അമ്മ വായിക്കാത്തതുകൊണ്ട് ചോദിച്ചു കൊടുത്ത ഐറ്റങ്ങള് സമ്മതിക്കുവോ? വെയിറ്റ് ഇതൊക്കെ കയ്യൊക്കെ തൂത്ത് ജാനി ക്ഷമയോടുകൂടി ഇരിക്കുക പായസം കുടിക്കാൻ. പാല് കാച്ചി കഴിഞ്ഞു, പാല് കുടിച്ചു. പായസം വരാ. അത് പറഞ്ഞ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ. ആ 2 ഡയലോഗെങ്കിലും സംസാരിച്ചല്ലോ. അല്ല ആകെ ഈ വീഡിയോക്കകത്ത് സംസാരിച്ചേക്കുന്നതാ. റെസ്റ്റ് എടുത്തിട്ട് ആൾക്കാരാ ഡീസന്റ് ആയിരിക്കും ഞങ്ങള്. വയലന്റ് ആക്കിയത്.
വിച്ചു എന്താ പുറകോട്ടാണോ? വിച്ചു ആദ്യമേ മിണ്ടത്തുണ്ടായിരുന്നില്ല. ഇപ്പൊ വിച്ചുവിന്റെ മിണ്ടാട്ടം കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യങ്ങള്. വിച്ചു അല്ലേ? ആ വർത്താനം പറഞ്ഞ് തോൽപ്പിക്കൂട്ടെ. നന്നായിട്ട് വർത്താനം പറയാൻ അറിയാം. പക്ഷെ ആള് സൈലന്റ് ആയിരിക്കേണ്ടടുത്ത് സൈലന്റ് ആവും. എന്താ ഇവിടെ? അളിയന് ചോറ് കൊടുക്കാൻ വേണ്ടി അമ്മ ഇട്ടേക്കുന്ന മേശയാണ് കേട്ടോ ഇത്. കെട്ടിയാനോട് ഇവിടെ വന്ന് ചോറുണ്ടോളാൻ പറയണം മര്യാദക്ക്. അളിയന്റെ കാര്യമായിട്ട് പറഞ്ഞേ. തത്തമ്മ ചേച്ചിനെ നിർത്തി ആക്ഷേപിക്കോ പിള്ളേര്. അപ്പൊ ഒരു പാട്ടുകാരി ഒരു പാട്ട് പാടാന്നുണ്ട്. സൈലന്റ്. ആ പാടിക്കോ. എത്ര അതെ ഭാവിയിലെ വ്ളോഗറാണ്. അതെ, അതുകൊണ്ട് എല്ലാം പഠിച്ചോട്ടെ. ഇപ്പോഴേ എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മൾ അത് ചെയ്യാൻ പോവാണ്, ഇത് ചെയ്യാൻ പോവാണ്. അറിയില്ല, ഡാൻസുകാരിയാണ്, എല്ലാമാണ് കേട്ടോ. പായസം റെഡിയായി. പായസത്തിന്റെ കാര്യത്തിലും അങ്ങനെ തീരുമാനമായി. ഞാൻ എണീറ്റപ്പോ തന്നെ ചേച്ചിയല്ല, നമ്മള് പിള്ളേർക്ക് എല്ലാവർക്കും. വീട്ടിൽ എപ്പോൾ പായസമായി കഴിഞ്ഞാലും ഫസ്റ്റ് തന്നെ പിള്ളേർക്ക് കൊടുക്കണം കേട്ടോ. പിള്ളേരെന്ന് മാത്രമല്ല, കൊച്ചു അടക്കം ഇവിടെ എല്ലാവർക്കും പായസപ്രേമികളാണ് കേട്ടോ. എല്ലാവർക്കും പായസം ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെന്തിറങ്ങിയത് അമ്മ പറഞ്ഞു, അമ്മ പിള്ളേർക്കുള്ള മാറ്റിക്കോ, ഇതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞു. പായസത്തിനോട് എന്താണോ ഇത്ര വലിയ ഇഷ്ടം? എനിക്കും ഇഷ്ടമാണ്, പക്ഷേ ഈറ്റങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു കലം വെച്ച് കൊടുത്താലും ഐറ്റങ്ങൾ അത് കുടിച്ച് തീർക്കും. ഐറ്റങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കുള്ളത് തണുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ചു. നല്ല സന്തോഷമുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമായിരുന്നേ. എനിക്കറിയില്ല കേട്ടോ, ഭയങ്കര പോസിറ്റീവായിരുന്നു. ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച പോണക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ആർഭാടമായിട്ടോ ആഡംബരമായിട്ടോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും കൂടെ കാണുമ്പോൾ മനസ്സിലാവും, വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സ്വപ്നമാണ് നമുക്കൊരു സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. അപ്പോൾ സ്വന്തമായ ഒരു വീട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ആൾക്കാർ പറയും, ഇത് വിഷ്ണുവിനുള്ളതല്ലേ നിങ്ങൾക്കുള്ളതല്ലേ? അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. അച്ഛനും അമ്മയ്ക്കും നമുക്കും എല്ലാ ആഗ്രഹമുണ്ട് ഒരു വീടും കൂടെ വെക്കണം എന്നുള്ളത്. ആ ടൈമിൽ നമുക്ക് നല്ല ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടെ. ഇത് വളരെ ചുരുക്കിയാണ് ചെയ്തിരുന്നത്. ഞാൻ മടുത്തു. എനിക്കിവിടെ വെള്ളം തുറന്നു വെച്ചിട്ട് ഒരാള് ആളുടെ വഴിക്ക് പോയി. അപ്പൊ ഇവിടെ വെള്ളമൊക്കെ നല്ല വെള്ളമൊക്കെ പിടിച്ചു വെച്ചു. ഞാൻ ഓർത്തത് എന്ത് ഇങ്ങനെ വെള്ളം പോകുന്നുള്ളത്. ആള് തുറന്നു വെച്ചിട്ട് പോയി. അമ്മ നല്ല വെള്ളം പിടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ. ഓ, പായസിന്റെ അണക്കെട്ടിടോ. അണക്കെട്ട് ഹയ്യു ഹിയു ഉടുപ്പ് മാറ്റാ. ഹിയുവിന്റെ ഉടുപ്പ് മാറ്റി തരാം. ഉടുപ്പ് മാറ്റാം. ഞാൻ വിച്ചുവിനെ ഒന്ന് വിളിച്ചു നോക്കിയതാണ് കേട്ടോ, നമ്മുടെ പുതിയ കിച്ചൺ കാണിക്കാൻ വേണ്ടിട്ട്. ഒരു സൂത്രം കാണിച്ചു തരട്ടെ? അടിപൊളിയായോ? ഇഷ്ടപ്പെട്ടോ? സന്തോഷായോ?
ഞങ്ങള് പാല് കാച്ചിപ്പോ അച്ചുവിന്റെ മാത്രം കുറവുണ്ടായിരുന്നു. മിസ് യു. തിരക്കാണോ? വർക്കിലാണോ? സന്തോഷായത് കണ്ടപ്പോ? എന്നാ വിളിക്കാം. നടക്കട്ടെ, പരിപാടീസ് നടക്കട്ടെ. വർക്കാണ്. ഓക്കെ ശരി, ബൈ. പായസം റെഡി ആയില്ലെന്ന് ചോദിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പോയ ആളാണ് ഗൈസ്. എവിടെയെങ്കിലൊക്കെ പോവാലോ. പായസം റെഡി ആയി കേട്ടോ. ഞാൻ പിള്ളേർക്കുള്ളവിടെ തണുക്കാൻ വേണ്ടിട്ട് വെച്ചു. ഞാൻ അച്ഛനുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്കുള്ള പായസം തണുക്കാൻ വെച്ചേക്കാണ്. തണുക്കട്ടെ. പായസത്തിനോട് വല്ലിടാൻ പോകണം. അത് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, അത് കഴിച്ചിട്ട് അടുത്ത റെസ്റ്റ്. പിള്ളേരൊക്കെ പായസത്തിന് വേണ്ടിട്ട് പരക്കം വാങ്ങി നടക്കട്ടെ. പൈറ്റങ്ങൾക്കും കൂടെ കൊടുക്കട്ടെ. ഇനി എന്ന മാസം റെസ്റ്റ് മാസ്റ്റർ. റെസ്റ്റ് ഇല്ല, കടയിൽ പോണം തോന്നുന്നുണ്ട്. ക്ഷമ കെട്ടി ഇവിടെ പിള്ളേരുടെ. ഇപ്പൊ പായസം കൊടുക്കട്ടെ കൈസ്. അല്ല ഈറ്റങ്ങൾ നമ്മളെ തന്നെ പിടിച്ച് തിന്നുകളെ. ഉറങ്ങാൻ പോയ ആളാട്ടോ. പക്ഷെ പായസം കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു തരം വിറയലാണ്. അതെന്താന്നറിയില്ല, കുടുംബസമേതം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അത് കഴിക്കാൻ വേണ്ടി എനിക്ക് വന്നാട്ടോ. ഞാൻ ഈ കിച്ചന്റെ ഒരു ഫുൾ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഈറ്റങ്ങളൊന്നും സമ്മതിക്കല്ലോ കൈസ്. ഒരെണ്ണം വരുമ്പോഴത്തേക്ക് അടുത്ത വീണ്ടും അപ്പുറത്ത് കൂടെ വരും. ഇത് തന്നെ വെയിറ്റ് ചെയ്യാം. ചൂടാണ്. ഞാൻ ഉച്ചക്ക് പപ്പടം പഴം പായസം അതിനുള്ളത് മിച്ചം വെച്ചേക്കണം. ആ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ ഐറ്റങ്ങളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞ. കിട്ടിയ ഭാഗ്യം. ഇപ്പൊ വരും. ഞാനിവിടെ വെയിറ്റ് ചെയ്യാട്ടോ. എനിക്ക് ഫുൾ കിച്ചൺ കാണിക്കാം. നമ്മുടെ കിച്ചൺ നമ്മൾ ഇത്രയൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ ഇനി ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലേ. കമൻസുകളൊക്കെ വരുന്ന ഞാൻ കാണാറുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ചെയ്യണം എന്നുള്ളത്. അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അവർക്ക് ഇത്രയും ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. കബോർഡോ കാര്യങ്ങളോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്താ പറയുക, വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനും പെറുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. ഇതാകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളൂ എന്നാണ് പറയുന്നത്. ഉച്ചക്കത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് കേട്ടോ. തോരനും സാമ്പാറും 2 കൂട്ടം കറിയൊക്കെ വെച്ചിട്ട് ചാറ് തന്നെ പോരല്ലോ. ഒരൽപ്പം വേണ്ട. പപ്പടം നടക്കാന്ന് വെച്ചു. പിന്നെ നാളെ വെളിയിടാൻ പോണെന്ന് വിചാരിക്കണം. നടന്നാ പോവും. അല്ലെങ്കിൽ പ്രിന്റിങ്ങിൽ കിടക്കുന്ന കാര്യങ്ങളാ. പിള്ളേരുടെ അടുത്ത് ആരും ഇല്ലാത്തോണ്ടല്ലേ 3 പേരെയും കൂടെ ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകും, അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകും. ഇത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഒരു കൊല്ലത്തോളം കൂടി കുറച്ചാളും കൂടി ആയിട്ടാണുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ തന്നെ അവർക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടവർക്ക്. അവിടെ വലിയ വീടല്ലേ, ഓടിക്കളിക്കാനും നിറച്ച് കളിപ്പാട്ടങ്ങളും. എനിക്ക് അത് തരുന്ന തോന്നണം അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ പോയി ഞാൻ ആലോചിച്ചു. അച്ഛൻ കൊണ്ടു. പക്ഷെ എനിക്ക് ഓടി എത്തൂല. അതിന്റെ പേരിലാണ് ഞാനാവശ്യം. 8 മണിക്ക് പണിക്ക് കയറണ്ടേ. ഇവിടെ 5 മണിക്കാണ് എണീറ്റിട്ടാണ് ഞാൻ. അപ്പൊ ചോദിക്കാൻ വിഷ്ണുവിന്റെ വർത്താനമൊക്കെ കഴിഞ്ഞ് വരുമ്പോ അമ്മ ഒരു ഇത്തിരി ലേറ്റ് ആവും. പിന്നെ അതല്ല അച്ഛനെ ചോറ് എപ്പോഴാണ് കൊണ്ടുപോകണേന്ന് അറിയില്ല. കാരണം കൊണ്ട് ഞാൻ എനിക്ക് നേരത്തെ വെക്കും. എനിക്ക് ഉറക്കം മര്യാദ ഇല്ലാണ്ട് എനിക്ക് വയ്യ. എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇറങ്ങിയാവുന്നേ ഉള്ളൂ. വിച്ചുവിന് മിണ്ടിയില്ല. വിച്ചുവിന് വിഷമമാണ്. 1 മണി വരെയൊക്കെ സംസാരിച്ച് കുത്തിയിരിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞു ഹാന്ന് 1 മണിക്ക് ചിരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ ഉറങ്ങാണല്ലോ. ഇവിടെ ചെന്ന് നടക്കുന്നത് ബോധമുള്ളൂ. പിന്നെ ഉച്ചക്കൊന്നും കിടക്കാൻ പറ്റില്ല. എന്തായാലും ഒക്കെ വലിയ പോലെ നടക്കട്ടെ. അതെ. അപ്പൊ അതവിടെ റെഡി ആവുന്നുണ്ട്. ഇവിടെ സാമ്പാറുള്ള കഷ്ണങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സാമ്പാർ കഷ്ണം കൊള്ളില്ല, കുറച്ച് മതി. നാളത്തേക്കൊന്നും വേണ്ട. ഇവിടെ അപ്പപ്പ വെച്ചിട്ട് അപ്പപ്പ കഴിക്കുന്ന പരിപാടി കേട്ടോ. പിള്ളേർ അതിന്റെ ഇടയ്ക്ക് ഓരോരോ മേടിക്കില്ല. എല്ലാം വെച്ച് വരാണ്ട് ഇറച്ചി മീൻ മേടിക്കണവരുണ്ടാവായിരിക്കും. പരമാവധി ഞാൻ മേടിക്കാറില്ല.
മിക്ക വീടുകളിലും മേടിക്കില്ല. കാരണം വെച്ചാൽ അവർക്ക് താലം കൂടി എടുക്കാനുള്ളത് കൊണ്ട്. അതെ അതെ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് താലി വരുന്നുണ്ടല്ലോ. അതെ അതെ അതെ. എങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന എനിക്ക് അതൊരു പിടുത്തില്ല. പച്ചക്കറി തന്നെയായിട്ടേ പിള്ളേര് സമ്മതിക്കില്ല. മീന് ഇറച്ചിയില്ലാത്തൊരു ചിന്ത പായൊന്നുമില്ല. എവിടെ പോയാലും അവള് ചോദിക്കും ഇറച്ചിയില്ലാന്ന് ചോദിക്കും. ജാനു പിന്നെ ആ വക സാധനങ്ങൾ വേണ്ട. ഇച്ചിരി എണ്ണയും ചോറൊക്കെ ഉണ്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ പായപ്പൻ അങ്ങനെയല്ല. ഇപ്പൊ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്കമാടിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ അവള് ടീച്ചറിനോട് പോയി പറയുന്നു എനിക്ക് വേണ്ട, എനിക്ക് ഇച്ചിരി ചോറ് തന്നാ മതി എന്ന് പറയുന്നത്. ടീച്ചർ പറയൂട്ടോ എന്നിട്ട് അവക്ക് സെപ്പറേറ്റ് മാറ്റി ചോറ് കൊടുക്കും. അവളൊന്നും തിന്നത്തില്ല. നല്ല മൂർച്ചയുണ്ടല്ലേ. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് മേടിക്കണം കേട്ടോ. ഞാൻ സ്റ്റാൻഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊന്നും വന്നിട്ടില്ല. പിന്നെ കത്തി വയ്ക്കാനായിട്ടൊരു സാധനം മേടിക്കണം. ടിന്നുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കിട്ടി. കുറേ സാധനങ്ങളൊക്കെ വരാനുണ്ട്, കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ട്. അങ്ങനെ കണക്കത്തിലാണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ല. അതൊക്കെ കാര്യങ്ങളൊന്നും ആള് പറയാറില്ല കേട്ടോ. അമ്മയും മോനും ഉള്ളത്, അമ്മയും മോനും ഭാര്യയും ഭർത്താവും ഉള്ളത് നമ്മൾ നമ്മുടെ വീട് 900 സ്ക്വയർ ഫീറ്റ് വെറുതെ കുറെ സ്ഥലങ്ങൾ ഒരു സാധനം അങ്ങോട്ട് പോയിട്ട് ഒരു റൂമിനുള്ള സ്ഥലം അവിടെ പോയി ഒരു റൂമിനുള്ള സ്ഥലം ഇവിടെ പോയി. ഈ ഡൈനിങ് ഏരിയയിൽ ഒരു അടുക്കള അവിടെ വെറുതെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്തൊക്കെ ചെയ്യണേന്ന് ചോദിച്ചപ്പോ ആളെ നാട്ടൊക്കെ പറയണ്ടായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. പോയാള് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ വക കാര്യങ്ങളൊന്നും. അവിടെ ഇരിക്കട്ടെ അല്ലേ. ഓക്കെ. അമ്മ പ്രേമം കുറയട്ടെ. അതെ, പിള്ളേരെല്ലാം അകത്തുണ്ട്, ഓരോരോ പരിപാടിയിലാണ് കേട്ടോ. കണ്ണ് നോറ്റിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കാണാണ്ടിരിക്കത്തുമില്ല. കണ്ടു കഴിഞ്ഞാ അലമ്പ് വേണം. മേട കണ്ടു കഴിഞ്ഞാല് അടിപിടി തൊഴി. ഇപ്പൊ ഭയങ്കര ഡാൻസ് ആണ്. 5 മിനിറ്റ് കഴിയുമ്പോ ആ ഡാൻസ് മാറി കാർച്ച് എനിക്ക് അവിടെ കിച്ചണിലെ പരിപാടിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞതിന് ശേഷം നേരെ അകത്തോട്ട് പോയപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് കേട്ടോ. പാറുവും ജാനിയും സെറ്റായിരിക്കുന്നു ഗൈസ്. ഇതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ ഇപ്പം നിലവിൽ നടക്കാത്തൊരു കാര്യമാണ് കേട്ടോ. രണ്ടും കണ്ണിൽ കണ്ടുണ്ട് കീരിയും പാമ്പുമാണ്. ഇവരിങ്ങനെ നിൽക്കാന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അമ്മയും ആകാംക്ഷയോട് നോക്കി നിൽക്കുകയാണ്. കാര്യം ജാനിക്കുട്ടി ഏറ്റവും കൂട്ട് പാർവതിയോടാണ് കേട്ടോ. അവർ ഏകദേശം സെയിം ഏജൊക്കെ ആയതുകൊണ്ട് അവർ നല്ല കൂട്ടാണ്. ഇവർ കണ്ണിൽ നോക്കിയ രണ്ടും ഒന്നിനൊന്നിനും മെച്ചമാണ് കേട്ടോ. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അടിയാണ്. പക്ഷെ ഇന്ന് എന്താണോ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും പാട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ നോക്കി നിന്ന് കേട്ടോ. വലുതാകുമ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പരിപാടി എന്നൊക്കെ വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജാനിക്കുട്ടി ഡാൻസ് കളിച്ച് തളർന്നു എന്ന് തോന്നുന്നുണ്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് പോയി തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോഴത്തേക്ക് എനിക്കൊരു ഫ്ലിപ്കാർട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയാണ് തോരൻ അരിഞ്ഞു വെച്ചതൊക്കെ. ഞാൻ അരിയാൻ പോയപ്പോഴത്തേക്ക് ആ ചേട്ടൻ വന്നപ്പോൾ അതിൻ്റെ അടുത്തോട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ ടൈം കൊണ്ട് അമ്മ എനിക്ക് തോരൻ വെക്കാനുള്ളത് അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെറിയൊരു സാമ്പാറും അതുപോലെ ചെറിയൊരു തോരനും വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയുടെ കീഴെ പോയി ഒന്ന് പണിത് കേട്ടോ. എന്നിട്ട് അയ്യോ മോളെ കുഴപ്പമായോ എന്ന് ചോദിച്ചതാണ് കേട്ടോ ഞാൻ ആ തിരിഞ്ഞ് നോക്കുന്നത്. അപ്പോൾ പപ്പടമൊക്കെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പപ്പടം തലേന്നത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എണ്ണയ്ക്കകത്തിട്ടൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. പഴയത് അങ്ങനെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചൂടാക്കി എടുത്ത് കഴിഞ്ഞ് നേരെ തോരനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ക്യാബേജ് തോരനും സാമ്പാറും ഒക്കെ. അപ്പോൾ അമ്മ സാമ്പാർ സൈഡിൽ നിന്ന് വെക്കുന്നുണ്ട്, ഞാൻ ക്യാബേജ് തോരൻ വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സാധനം എടുക്കാനായിട്ട് നമ്മുടെ പഴയ കിച്ചണിലോട്ട് പോകണം കേട്ടോ. എല്ലാ സാധനങ്ങളും അവിടെയാണ് ഇരിക്കുന്നത്. കയറി ഇറങ്ങി സ്റ്റെപ്പ് കയറി ഇറങ്ങി നമ്മുടെ കാലൊടിയും കേട്ടോ. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ കിച്ചണിൽ നിന്ന് പണിയെടുക്കാനായിട്ട് നല്ലൊരു ഉഷാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ ഞാൻ ഒരു കമൻറ്റും കൂടെ കണ്ടിരുന്നു, നമ്മുടെ ഈ നിലവിളക്കിൻ്റെ അടുത്ത് നിന്ന് മേലോട്ട് വയ്ക്കുന്ന കമ്പിയില്ലേ അത് കട്ട് ചെയ്ത് കളയണം എന്നുള്ളത്. അത് ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് കട്ട് ചെയ്ത് കളയാമെന്ന്. അപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ടൈലൊക്കെ ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെ തീരുമാനം എന്നൊക്കെ. നോക്കാം ചെയ്യാം എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും അമ്മയും മത്സരിച്ച് ഓരോരോ
ഓരോരോ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ കാര്യങ്ങളും പണികളും ഒക്കെ ഞങ്ങളുടെ തീർന്നു. എല്ലാം തൂത്തുവാരി പരത്തി. 3 പേരും കൂടി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇവിടെ ഇരുത്തി ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ല, അകത്ത് ഫുള്ള് നിറയ്ക്കും ഗൈസ്. ഇന്ന് ഇലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത് അല്ലേ? ചാലിക്ക് പിന്നെ പൂഞ്ചിക്ക് നല്ല കുട്ടികളായിട്ട് മിടുക്കികളായിട്ടിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കും, ഇങ്ങോട്ട് ഇറക്കിയിട്ട് അല്ല ആ ഇച്ചിരി കൊണ്ട് ഇറക്കിയിരിക്കും. ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് കയറ്റത്തോട് നീ. ആ അതിന്റെ അടിക്കും കളിയോ. ചോറ് കൂടിപ്പോയി ഗൈസ്. പരിപാടിയുടെ ഇടയല്ലേ? ഇവിടെ പരിപാടിയാണ്. കഴിച്ചോ. പപ്പടി ഇവിടെ ഉണ്ട് ചേട്ടായി. തരാൻ ചേട്ടായി. ഓരോന്ന് എടുക്ക് ചേട്ടായി. അപ്പൊ പപ്പടമൊക്കെ കൊടുത്തു. ക്യാബേജ് തരാം. ക്യാബേജ് ആവുന്നേ ഉള്ളു കേട്ടോ. സാമ്പാർ ജാനിക്ക് കുറച്ച് മതിയായിരിക്കും. വിശന്നിട്ട് പഴം കഴിച്ചിട്ടിരിക്കുന്ന കേട്ടോ രാവിലെ. തോരൻ ഇരുന്നോട്ടെ ഇവിടെ. കഴിക്ക് കഴിക്ക് വാര് പട്ടപ്പട്ടാന്ന്. ജാനിക്കുട്ടീനെ നിലത്തിരുത്തിയപ്പോഴേ ഞാൻ വിചാരിച്ചു കേട്ടോ വാരി കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ ആ മൂലയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ജാനിക്കുട്ടിക്ക് ഞാൻ വാരി കൊടുക്കണം കേട്ടോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ. പിന്നെ ഞാൻ ജാനിക്കുട്ടിക്ക് ആഹാരമൊക്കെ വാരി കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ 3 പേരൂടെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കഴിപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്തോ ഒരു പോസിറ്റീവ് തോന്നി. അപ്പോൾ ഗായ്സ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതൊക്കെയാണ് നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചെറിയൊരു ആഹാരം. അച്ചാറും ഉണ്ട് സൈഡിൽ കമ്പനിക്ക് വേണ്ടിയിട്ട്. സാമ്പാറുണ്ട്, തോരനുണ്ട്, ഉപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. കഴിക്കട്ടോ. ആർച്ചിമീനൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇന്ന് ശിവരാത്രി, പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കൊടിയേറുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇറച്ചി മീനിനി ഉണ്ടാവില്ല. അപ്പോൾ ഇതുകൂട്ടിയൊരു പിടിപിടിക്കാം. കുറച്ച് വെന്ത് പോയി അല്ലേ? ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെന്തപ്പം നന്നായിട്ട് വെന്തപ്പം ടേസ്റ്റ്. പക്ഷെ ചോറുണ്ടാവില്ല. ആ ചോറ് നല്ല ഫുഡ് അടിയാണല്ലോ ഈ അമ്മൂന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കറികളൊന്നുമില്ല. ഒരു സാമ്പാറും ഒരു തോരനും ഇച്ചിരി ഉപ്പും അച്ചാറും ഒരു പപ്പടവും അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും കുശാലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വെന്ത ചോറും സൂപ്പറായിരുന്നു കേട്ടോ. ഓണത്തിനും വിഷുവിനും ഒക്കെ കുറേ കറികളുണ്ടാവും, കുറേ സാധനങ്ങളുണ്ടാവും. എനിക്ക് കഴിക്കാൻ പറ്റാറേ ഇല്ല കേട്ടോ. ഇങ്ങനെ 1-2 കൂട്ടമാണെങ്കിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷെ കുറേ കറികളൊക്കെ വെച്ച് എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മളാകെ ടയർഡും ആയിട്ടുണ്ടാവും. കഴിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അമ്മ എനിക്ക് ഒരു പപ്പടവും കൂടെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ പായസം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഒരാളിതേ കണ്ണ് കാണിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത് പായസം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിലെ എല്ലാവർക്കും പായസം ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ജാനിക്കുട്ടിക്ക് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആള് വീണ്ടും പായസം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നല്ല പായസമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. അപ്പം ഞാൻ നോർമലി ഷുഗർ കട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല കേട്ടോ. ഇന്നൊക്കെ നമ്മൾ മധുരം കഴിച്ചില്ല, പിന്നെ എന്ന് കഴിക്കാൻ. വീണ്ടും അമ്മ എന്നെ ഇങ്ങനെ തീറ്റിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജാനിക്കുട്ടിയും കൂടെ കഴിക്കുന്നതുകൊണ്ട് അമ്മ എല്ലാം എനിക്ക് എക്സ്ട്രാ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നന്നായിട്ട് പായസം കഴിച്ചോട്ടെ. ഇപ്പം തന്നെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിലൊക്കെ വെള്ളം പോകുന്നുണ്ട്. കാര്യം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ്. കാര്യം കുഞ്ഞുങ്ങളും കൂടെ നമ്മുടെ കൂടെ വന്ന് നിന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും ഉഷാറായിട്ട് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കണം, എന്നാലാണ് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുക. അപ്പോൾ പായസമൊക്കെ കുടിച്ചു നേരെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ.
അപ്പൊ ഗായ്സ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും പോയി അച്ഛൻ പറയാം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതിനിപ്പുറം വീഡിയോയുടെ വൈൻഡപ്പ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു കുഞ്ഞു പാലുകാച്ചലൊക്കെ ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ പാലുകാച്ചലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഭാവിയിൽ നടക്കട്ടെ, ദൈവം അനുഗ്രഹിച്ച് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങളും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം, സ്നേഹിക്കണം. അപ്പൊ അത്രയൊക്കെ തന്നെ പറയാനായിട്ടുള്ളൂ. ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കൻ പിടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും